സുപ്രഭാതം. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്നലെ വൈകുന്നേരം മഴ പെയ്തതിന് ശേഷം റോഡ് അരികിലൂടെ നടക്കുകയായിരുന്നു. ഒരു ചെറിയ കുട്ടി കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ട് വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു. ബോട്ട് മുന്നോട്ട് പോകുന്നത് നോക്കി അവൻ സന്തോഷത്തോടെ ഓടി. അവൻ്റെ മുഖത്ത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ബോട്ട് ദൂരെ പോകും, വളവ് തിരിയും, ഒരുപക്ഷെ കണ്ണിൽ നിന്ന് മറയും വരെ യാത്ര തുടരും. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം ബോട്ട് ഒരു ചെറിയ കല്ലിൽ തട്ടി മറിഞ്ഞു. കുട്ടി നിശബ്ദനായി നിന്നു. ആ നിമിഷം അവൻ്റെ പ്രതീക്ഷ അവസാനിച്ചു. പക്ഷെ അവൻ്റെ അനുഭവം ആരംഭിച്ചു. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. എല്ലാ ദിവസവും നമ്മൾ ആരംഭിക്കുന്നത് ചില പ്രതീക്ഷകളോടെയാണ്. ഇന്ന് എല്ലാം നന്നായി നടക്കും, ഇന്ന് എനിക്ക് ആ ഒരു ഫോൺ കോൾ ലഭിക്കും, ഇന്ന് ഞാൻ കാത്തിരിക്കുന്ന മറുപടി എത്തും, ഇന്ന് ആളുകൾ എന്നെ മനസ്സിലാക്കും, ഇന്ന് എൻ്റെ പദ്ധതികൾ കൃത്യമായി നടക്കും. പ്രതീക്ഷകളില്ലാതെ ഒരു ദിവസവും ആരംഭിക്കാൻ മനുഷ്യന് കഴിയില്ല. കാരണം പ്രതീക്ഷയാണ് നമ്മെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്, മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ജീവിതത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് നമ്മുടെ പ്രതീക്ഷകളോട് എപ്പോഴും യോജിക്കണമെന്നില്ല. നാം തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് ജീവിതം പലപ്പോഴും സ്വന്തം തിരക്കഥ എഴുതും. ഒരു മീറ്റിംഗ് റദ്ദാകും, ഒരു സുഹൃത്ത് നിരാശപ്പെടുത്തും, ഒരവസരം കൈവിട്ടു പോകും, ഒരു കാത്തിരിപ്പ് നീളും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇന്നത്തെ ദിവസം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല. സത്യത്തിൽ അപ്പോഴാണ് ആ ദിവസത്തിൻ്റെ യഥാർത്ഥ മൂല്യം ആരംഭിക്കുന്നത്. കാരണം ഒരു ദിവസം നമ്മൾക്ക് നൽകുന്നത് വിജയങ്ങൾ മാത്രമല്ല, അത് അനുഭവങ്ങളുമാണ്. ചില അനുഭവങ്ങൾ സന്തോഷം നൽകും, ചിലത് സഹനം പഠിപ്പിക്കും, ചിലത് ആരെ വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കും, ചിലത് ആരെ വിട്ടുപോകണമെന്ന് പഠിപ്പിക്കും, ചിലത് നമ്മുടെ ശക്തി കാണിച്ചു തരും, ചിലത് നമ്മുടെ പരിമിതികൾ ഓർമ്മിപ്പിക്കും. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൗതുകകരമായ കാര്യം മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് നിറവേറിയ പ്രതീക്ഷകളല്ല, നമ്മൾ നേരിട്ട അനുഭവങ്ങളാണ്. നാം പദ്ധതിയിട്ട ദിവസങ്ങളല്ല, നാം ജീവിച്ച ദിവസങ്ങളാണ്. കാരണം പ്രതീക്ഷകൾ ഭാവിയെക്കുറിച്ചാണ്, അനുഭവങ്ങൾ നമ്മെക്കുറിച്ചാണ്. ഭാവിയിൽ എന്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷകൾ പറയുന്നു, പക്ഷെ നാം ആരായി മാറുന്നു എന്ന് അനുഭവങ്ങൾ പറയുന്നു. അതിനാൽ ഓരോ ദിവസവും പ്രതീക്ഷകളോടെ തുടങ്ങുന്നതിൽ തെറ്റില്ല. വാസ്തവത്തിൽ അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. പക്ഷേ ഓരോ വൈകുന്നേരവും ഒരു ചോദ്യം ചോദിച്ചാൽ മതി. ഇന്ന് എനിക്ക് എന്ത് ലഭിച്ചു എന്നതല്ല, ഇന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ കഴിഞ്ഞത്. കാരണം ജീവിതത്തിൻ്റെ കണക്ക് പലപ്പോഴും ആഗ്രഹങ്ങൾ നിറവേറിയോ എന്നതുകൊണ്ടല്ല അളക്കപ്പെടുന്നത്. ഓരോ ദിവസവും നമ്മെ അല്പം കൂടുതൽ ബുദ്ധിമാനാക്കിയോ, കൂടുതൽ ക്ഷമയുള്ളവനാക്കിയോ, കൂടുതൽ നല്ല മനുഷ്യനാക്കിയോ എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാവാം ജീവിതത്തെ ഒരു വരിയിൽ പറയാൻ കഴിയുന്നത്: എല്ലാ ദിവസവും ആരംഭിക്കുന്നത് ചില പ്രതീക്ഷകളോടെയാണ്, എന്നാൽ എല്ലാ ദിവസവും അവസാനിക്കുന്നത് ചില അനുഭവങ്ങളോടെയാണ്. ഇടയിലുള്ള യാത്രയാണ് ജീവിതം. അവിടെയാണ് നമ്മൾ വളരുന്നത്, അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്, അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.